ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിന്ന് ഫിസിക്സിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോ നമുക്ക് ഫിസിക്സിൽ ആദ്യം പഠിക്കാനുള്ള ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ വേർഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അത് നമ്മള് ചെറിയ ചാപ്റ്ററാണ്, വലിയ ഇമ്പോർട്ടന്റ് ഒന്നുമില്ല. നമ്മൾ ക്ലാസ് തന്നെ സെമിനാറും കുറച്ച് ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് നമ്മൾ ഇനി ആ ചാപ്റ്റർ തരും തൊട്ട് പുറകെ. ഇപ്പൊ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് തുടങ്ങാൻ പോകുന്നത്. യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് എന്ന സെക്കൻഡ് ചാപ്റ്ററാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സോ വാട്ട് ഈസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? സോ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ? ഓൾ മെഷറബിൾ ക്വാണ്ടിറ്റീസ്, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന എല്ലാ ക്വാണ്ടിറ്റിയും ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. മെഷർ ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെയുണ്ട്? മാസ് ഉണ്ട്, ലെങ്ത് ഉണ്ട്, ടൈം ഉണ്ട്, ടെമ്പറേച്ചർ, എന്തൊക്കെയാണ് മെഷർ ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിനും നമുക്ക് എന്ത് പറയാം? ഇസ് നോൺ ആസ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി. സോ ഓൾ മെഷറബിൾ ക്വാണ്ടിറ്റീസ് ആർ നോൺ ആസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. മനസ്സിലായല്ലോ? സോ മെഷറബിൾ ആയിട്ടുള്ള എല്ലാ ക്വാണ്ടിറ്റിയും പറയുന്ന പേര് എന്താണ്? ഓൾ മെഷറബിൾ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, ദെൻ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു ഫസ്റ്റ് വൺ ഈസ് നോൺ ആസ് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. Okay, so physical quantities are mainly classified into fundamental quantities and derived quantities. So നമ്മൾ പറഞ്ഞു what is the physical quantity? Measurable ആയിട്ടുള്ള എല്ലാ ക്വാണ്ടിറ്റി നമുക്ക് എന്ന് പറയാം. We can say that is physical quantity, and physical quantities are mainly classified into fundamental quantity and derived quantity. Okay, so നമ്മൾ പറഞ്ഞു physical quantities are mainly classified into fundamental quantity and derived quantity. Physical quantity എന്തായിരുന്നു? മെഷർ ചെയ്യാൻ പറ്റുന്ന എല്ലാ ക്വാണ്ടിറ്റി നമുക്ക് എന്ന് പറയാം. We can say that is physical quantity. Physical quantities are mainly classified into fundamental quantity and derived quantity. So what is fundamental quantity? Fundamental quantity ഇത്രേ ഉള്ളൂ. The quantity they have no relation with each other. ആ ക്വാണ്ടിറ്റീസ് തമ്മിൽ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻ ഒന്നുമില്ല. വേറെ ക്വാണ്ടിറ്റി കൊണ്ട് നമുക്ക് എന്താ ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് രണ്ടുമൂന്നും പറയാം. നോക്കി, മാസ് പ്രധാനമായിട്ടും പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഇതൊക്കെയാണ്: മാസ്, ലെങ്ത്, ടൈം, എക്സെട്ര. സോ ഇത് നോക്കിയാൽ നമുക്ക് പറയാം ഈ മൂന്ന് ടേംസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻ ഒന്നുമില്ല. വേറൊരു ക്വാണ്ടിറ്റി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ മാസിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല, ലെങ്തിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല, ടൈമിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, വാട്ട് ഈസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി? ദ ക്വാണ്ടിറ്റി ദേ ഹാവ് നോ റിലേഷൻ വിത്ത് ഈച്ച് അതർ ആൻഡ് കനോട്ട് എക്സ്പ്രസ്ഡ് വിത്ത് അതർ ക്വാണ്ടിറ്റീസ്. മനസ്സിലായോ? വേറെ ക്വാണ്ടിറ്റി കൊണ്ട് നമുക്ക് ഇതിനൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ നോക്കി, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന ക്വാണ്ടിറ്റീസ് ആണ് എന്ത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. സോ വാട്ട് ഇസ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആർ ക്വാണ്ടിറ്റി വിച്ച് ആർ ഡെവലപ്ഡ് ഫ്രം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ഇപ്പൊ എക്സാമ്പിൾ നമുക്ക് നോക്കാം. സപ്പോസ് ഏരിയ എന്താണെന്ന് അറിയാലോ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ദാറ്റ് ഈസ് ദ എന്ത് തന്നെയാണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ലെങ്ത്. ഈ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? അതും എന്താ? ലെങ്തിന്റെ ഒരു ഫോം അല്ലേ? വാട്ട് ഈസ് യൂണിറ്റ് ഓഫ് ഏരിയ? ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, ബ്രെഡ്ത്തിന്റെ യൂണിറ്റ് എന്ത് തന്നെയാണ്? മീറ്റർ ആണ്. സോ വാട്ട് ഈസ് യൂണിറ്റ് ഓഫ് ഏരിയ? മീറ്റർ സ്ക്വയർ. സോ നമ്മൾ നോക്കി, ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി നമ്മൾ എന്ത് വെച്ചാ കണ്ടുപിടിച്ചത്? ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയ ലെങ്ത് വെച്ച്. ഓക്കെ, നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. വെലോസിറ്റി. വാട്ട് ഇസ് വെലോസിറ്റി? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഓക്കെ, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്ത് ക്വാണ്ടിറ്റി ആണ്? ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ലെങ്ത്. അതൊരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലേ? അതിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. ദെൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഓൾസോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, മീറ്റർ പെർ സെക്കൻഡ്. സോ വെലോസിറ്റി ഈസ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. സോ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്താ? മനസ്സിലായോ? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി നമ്മൾ എവിടെ നിന്നാണ് കണ്ടുപിടിക്കുന്നത്? ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. മനസ്സിലായോ? സോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്താ? മനസ്സിലായോ? ആ ക്വാണ്ടിറ്റി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻ ഇല്ല. നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി കണ്ടുപിടിച്ച പോലെ വേറൊരു ക്വാണ്ടിറ്റി വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? മനസ്സിലായോ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി വെച്ച് കണ്ടുപിടിക്കുന്ന ക്വാണ്ടിറ്റിയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. വേറെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഡെൻസിറ്റി. വാട്ട് ഇസ് ഡെൻസിറ്റി? മാസ് പെർ വോളിയം. ഈ മാസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ദാറ്റ് ഈസ് എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലെ? കിലോഗ്രാം. ഇനി വോളിയം എന്താണ്? വോളിയം അറിയാലോ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അതായത് ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ എന്ത് തന്നെയാണ്? ഈ ലെങ്തുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അല്ലേ? ദാറ്റ് ഈസ് എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. സോ മീറ്റർ ഇൻറ്റു എത്ര വരും? 3 ആണ് അല്ലെ? ദാറ്റ് ഈസ് മീറ്റർ ക്യൂബ് അല്ലെ? സോ എന്ത് വരും? സോറി, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. മനസ്സിലായോ? സോ
ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻ ഒന്നുമില്ല. ഇതിന് നമുക്ക് വേറൊരു ക്വാണ്ടിറ്റി വെച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. വി കനോട്ട് എക്സ്പ്രസ് വിത്ത് അതർ ക്വാണ്ടിറ്റി. ബട്ട് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആർ developed from fundamental quantity. The quantity which are developed from fundamental quantity are known as derived quantity. Clear? So അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ഫണ്ടമെന്റൽ യൂണിറ്റ് ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്. വലിയ സംഭവം നല്ല എളുപ്പമാണ്. നമ്മൾ പറഞ്ഞ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്നാണ് പറഞ്ഞത്. എന്താണ്? മാസ്, ലെങ്ത്, ടൈം. ആ ക്വാണ്ടിറ്റി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻ ഒന്നുമില്ല. ആ ക്വാണ്ടിറ്റി നമുക്ക് വേറെ കുറെ ക്വാണ്ടിറ്റി കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫണ്ടമെന്റൽ കൊണ്ട് കണ്ടുപിടിക്കുന്ന മറ്റു ക്വാണ്ടിറ്റിയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. അപ്പൊ എന്തായിരിക്കും ഫണ്ടമെന്റൽ യൂണിറ്റ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഇല്ലേ, അതിന്റെ യൂണിറ്റ് ആണ് ഫണ്ടമെന്റൽ യൂണിറ്റ്. ഉദാഹരണത്തിന് മാസ്, അതിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം. ലെങ്ത് എന്താണ്? മീറ്റർ. ടൈം എന്താണ്? സെക്കൻഡ്. അപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ് ഏതൊക്കെയാ? കിലോഗ്രാം. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഏതാ? മാസ്, ലെങ്ത്, ടൈം. അതിന്റെ യൂണിറ്റ് ഏതൊക്കെയാ? കിലോഗ്രാം, മീറ്റർ, സെക്കൻഡ്. അപ്പൊ ഈ ക്വാണ്ടിറ്റീസിനുള്ള പേരാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്. അപ്പൊ എന്തായിരിക്കും ഡിറൈവ്ഡ് യൂണിറ്റ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്. ഉദാഹരണത്തിന് നമുക്ക് പറയാം എന്താണ്? വെലോസിറ്റി എന്തായിരുന്നു? മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇതൊരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. ദെൻ ഏരിയ, ഏരിയ എന്താണ്? മീറ്റർ ക്യൂബ്. അപ്പൊ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ് ആണ് ഡിറൈവ്ഡ് യൂണിറ്റ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ് ആണ് ഫണ്ടമെന്റൽ യൂണിറ്റ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ് ആണ് ഡിറൈവ്ഡ് യൂണിറ്റ്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് നോക്കേണ്ടത് സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ്. പ്രധാനമായിട്ടും ഡെവലപ്ഡ് ബേസ്ഡ് ഓൺ മാസ്, ലെങ്ത് ആൻഡ് ടൈം. ഇപ്പൊ മാസിൽ തന്നെ നമുക്ക് പല പല രീതിയിൽ പറയാം. പല പല യൂണിറ്റ് എന്താണ്? കിലോഗ്രാമിൽ പറയാം, ഗ്രാമിൽ പറയാം, അതുപോലെ ലെങ്തിനെ പല രീതിയിൽ പറയാം. അപ്പൊ അതുപോലെ നമുക്ക് എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് പ്രധാനമായിട്ടും 4 സിസ്റ്റം ഓഫ് യൂണിറ്റ് ഉണ്ട്. ഫസ്റ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ് CGS സിസ്റ്റം. CGS സിസ്റ്റം. സെക്കൻഡ് ആണ് FPS സിസ്റ്റം. FPS സിസ്റ്റം. തേർഡ് വൺ ആണ് MKS സിസ്റ്റം. ആൻഡ് ലാസ്റ്റ് വൺ SI സിസ്റ്റം. ഇതിൽ ഈ ഫസ്റ്റ് 3 നമുക്ക് മാസ്, ലെങ്ത്, ടൈമിന്റെ ഡിഫറെന്റ് യൂണിറ്റ് ആ പറയുന്നത്. അപ്പൊ നിങ്ങൾ അത് പഠിക്കാൻ വേണ്ടി ഓർഡർ ഓർത്തിരിക്കുക. എങ്ങനെ വരുന്നത്? ആദ്യം ലെങ്ത്, പിന്നെ മാസ്, പിന്നെ ടൈം. ഓക്കെ പറയാം. നോക്കി ഫസ്റ്റ് നോക്കി CGS. ഇവിടെ നമ്മൾ ലെങ്ത് എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ആദ്യം ലെങ്ത് അല്ലേ. അപ്പൊ ലെങ്ത് എന്തായിരിക്കും? സി വെച്ച് തുടങ്ങുന്നത് സെന്റിമീറ്റർ. ദെൻ അടുത്തത് മാസിന്റെ ക്വാണ്ടിറ്റി അല്ലേ. ഇവിടെ മാസിന്റെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി G, അതായത് ഗ്രാം. ദെൻ ടൈം, അടുത്ത ടൈം അല്ലേ. ടൈം വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ടൈം വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ടൈം സെക്കൻഡ്. ക്ലിയർ അല്ലേ? ഓക്കെ നമുക്ക് അടുത്ത് നോക്കാം FPS. അപ്പൊ അത് ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ ലെങ്തുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഫസ്റ്റ് പറയണം. അപ്പൊ ലെങ്ത് എന്താ? ലെങ്ത് നോക്കെന്ന് പറയാം ഫൂട്ട് അല്ലെ. അടുത്ത എന്നാ? അടുത്ത മാസമായി ബന്ധപ്പെട്ടല്ല. P വെച്ച് തുടങ്ങുന്ന മാസമായി ബന്ധപ്പെട്ട എന്താണ്? പൗണ്ട്. പിന്നെന്താ? അടുത്ത ടൈമുമായിട്ട് ബന്ധപ്പെട്ട എന്താണ്? സെക്കൻഡ്. ദെൻ ലാസ്റ്റ് തേർഡ് വൺ MKS സിസ്റ്റം. നോക്കിയേ ആദ്യം ലെങ്തുമായിട്ട് ബന്ധപ്പെട്ട എന്താ? M എന്ന് പറഞ്ഞാൽ അത് എന്താണ്? മീറ്റർ അല്ലെ. ദെൻ എന്താണ്? അടുത്തത് മാസമായിട്ട് ബന്ധപ്പെട്ട എന്താണ്? കിലോഗ്രാം. ദെൻ ടൈമുമായിട്ട് ബന്ധപ്പെട്ട എന്താണ്? സെക്കൻഡ്. സോ ഇതിന് പറഞ്ഞ പേരാണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്. പ്രധാനമായിട്ട് അതൊക്കെയുണ്ട്. ഉറങ്ങുന്നുണ്ട് CGS, FPS, MKS ആൻഡ് SI. SI എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള, അതായത് ലോകം മൊത്തം അംഗീകരിക്കുന്ന ചില യൂണിറ്റുകളുണ്ട്. അതെന്താന്ന് പറയാം നമുക്ക്? മാസ്, ലെങ്ത്, ടൈം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് യൂണിറ്റ് എന്ന് പറഞ്ഞ പേരാണ് SI സിസ്റ്റം. അത് നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്. അത് നമുക്ക് വേറെ ടോപ്പിക്കായിട്ട് പറയാം. അപ്പൊ ഇത് നോക്കുക. CGS സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഓർഡർ എങ്ങനെയാണ്? ലെങ്ത്, മാസ്, ടൈം. C സെന്റിമീറ്റർ, ലെങ്ത് സെന്റിമീറ്ററിലും, മാസ് ഗ്രാമിലും, ടൈം സെക്കൻഡിലും. ഓക്കെ അടുത്തത് FPS ലെങ്ത് ഫൂട്ടിലും, ഒരു അടി രണ്ടടി എന്ന് പറയത്തില്ല, ഫൂട്ട്. ദെൻ ഇൻ മാസ് ഇൻ പൗണ്ട് ആൻഡ് ടൈം ഇൻ സെക്കൻഡ്. ദെൻ ലാസ്റ്റ് വൺ MKS ലെങ്ത് ഇൻ മീറ്റർ, മാസ് ഇൻ കിലോഗ്രാം ആൻഡ് ടൈം ഇൻ സെക്കൻഡ്. ആൻഡ് SI മീൻസ് സിസ്റ്റം ഓഫ് ഇന്റർനാഷണൽ, അതായത് SI മീൻസ് സിസ്റ്റം ഓഫ് ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്യുന്ന യൂണിറ്റ് ആണ്. യൂണിറ്റുകൾ പറയാൻ പേരാണ് SI സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഓക്കെ